ഇനി പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിവരത്തിലേക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ICUവിലാണ് നിലവിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MT. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ MTയെ ആശുപത്രിയിലെത്തി കണ്ടു. ഡോക്ടർമാരുമായി സംസാരിച്ചു. MTയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്, സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രാണവായു, ഓക്സിജൻ കുറവാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഒന്നും പറയാൻ കഴിയാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടോ മയക്കം കൊണ്ടോ ആയിരിക്കും കണ്ണു തുറക്കാഞ്ഞത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഓർമ്മയും കഥയൊക്കെ ഉണ്ട്, പക്ഷേ സംസാരിക്കാനോ ശരീരം ചലിപ്പിക്കാനോ എന്നുള്ളൊരു ശേഷി ഉള്ളതായിട്ട് തോന്നിയില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടാമത്തെ മകൾ അശ്വതിയുടെ ഭർത്താവ് ശ്രീകാന്തും അവരുടെ മകൻ മാധവും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ MT രവീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ചെറിയമ്മയുടെ മകൻ, അദ്ദേഹത്തിന് വരാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ രാമകൃഷ്ണൻ, സതീശൻ, അവരുടെയൊക്കെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വിവരങ്ങളുമായി മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയും ഇപ്പോൾ MTയെ സന്ദർശിച്ചു. മുബഷിർ, MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് PS ശ്രീധരൻ പിള്ളയുടെ ഗോവ ഗവർണറുടെ പ്രതികരണത്തിലേക്ക്. വിശ്വസാഹിത്യകാരൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നവരിൽ ഒന്നാമനായി എനിക്ക് MTയെ പറ്റി തോന്നുന്നു. സാഹിത്യം വഴി ഒരു സമൂഹത്തിൻ്റെ, ഒരു സമാജത്തിൻ്റെ മാനബിന്ദുവായി, നായകനായി മാറാൻ സാധിക്കും. പക്ഷെ അത് അവിടെ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ സാംസ്കാരിക രംഗത്തും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ സാഹിത്യരംഗത്ത് കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം വൈദ്യശാസ്ത്രം എല്ലാവിധ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മകളും ഡോക്ടർമാരും എന്നോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സാധ്യമായ എല്ലാ ശ്രമങ്ങളും അതോടൊപ്പം പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയത്, എൻ്റെ ആദ്യത്തെ 20 കൊല്ലം മുമ്പ്, 2 പതിറ്റാണ്ട് മുമ്പ് കാലദാനം എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ ഒരു കവിതാ സമാഹാരം, അതിന് അവതാരിക എഴുതി തന്ന അദ്ദേഹമാണ്. പിന്നീട് ഞാൻ ഓർക്കുന്നു, എന്നോടുള്ള വാത്സല്യം കൊണ്ട് കൂടി ആകാം അതിനൊക്കെ അവതാരിക തന്നത്. എൻ്റെ കവിതയുടെ മെച്ചത്തേക്കാൾ ഉപരി എന്നോടുള്ള സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിളക്കുകാലുകൾ എവിടെയെന്ന് പറഞ്ഞൊരു പുസ്തകം കോഴിക്കോട്ടെ ഒരു പ്രസിദ്ധീകരണശാല പ്രസിദ്ധീകരിച്ചതും അത് പുറത്തിറക്കിയത് MT ആയിരുന്നു. വലിയൊരു ആത്മബന്ധമുണ്ട്. അദ്ദേഹത്തെ കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് തീർച്ചയായും സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കേരളത്തിൻ്റെ പുണ്യമായി മനുഷ്യനെ ഇനിയും അദ്ദേഹത്തിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ സർവശക്തൻ്റെ സഹായമുണ്ടാവട്ടെ, അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുബഷിർ നമുക്കൊപ്പമുണ്ട്. മുബഷിർ, MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടതിന് ശേഷമുള്ള അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, ഗോവ ഗവർണർ, സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ് എന്താണ് മുബഷിർ? കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുറത്തുവിട്ട ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണെന്നുള്ളതായിരുന്നു ആ ഒരു മെഡിക്കൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായിട്ടുണ്ടെന്നും ആ ഒരു മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. സമാനമായ സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ സംസാരിച്ചത് ഗവർണറും കോഴിക്കോട്ടുകാരൻ കൂടിയായിട്ടുള്ള PS ശ്രീധരൻ പിള്ളയാണ്. അദ്ദേഹം MTയുമായൊക്കെ തന്നെ കാലങ്ങളായുള്ള ബന്ധം പറയുകയായിരുന്നു. MT പൂർണ്ണ ആരോഗ്യവാനായി തന്നെ തിരിച്ചു വരുമെന്നൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് PS ശ്രീധരൻ പിള്ളയും ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൾസ് ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അതൊരു ശുഭപ്രതീക്ഷ നൽകുന്നതാണ് ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വഷളാകുന്നത്. അതിനെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നു. ശ്വാസസംബന്ധമായ അസുഖങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പിന്നീട് ശ്വാസകോശത്തിൽ തന്നെ നീർക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ആരോഗ്യസ്ഥിതി വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു.
ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഗുരുതരാവസ്ഥയിലേക്ക് എത്തിച്ചത്. അതോടുകൂടിയായിരുന്നു ഇപ്പോൾ വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചികിത്സ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആരംഭിച്ചത് എന്നുള്ളതാണ്. എന്തായാലും വിദഗ്ധ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും ചികിത്സകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരായ കെ ശശീന്ദ്രൻ അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം സാഹിത്യ കുലപതിയാണ്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട MT ആണ്. MTയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടാകുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ കൂടി അത് അദ്ദേഹത്തിൻ്റെ ആരാധകരിൽ, അദ്ദേഹത്തിൻ്റെ വായനക്കാരിൽ ഉണ്ടാക്കുന്ന വിഷമം എത്രത്തോളമാണെന്ന് ഈ ഒരു ആശുപത്രിയുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ പല മേഖലകളിൽ നിന്നും ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി, ആരോഗ്യസ്ഥിതി അറിയുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കോഴിക്കോട്ടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ നിരവധി പ്രമുഖരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ഒടുവിലാണ് ഇപ്പോൾ PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം നമ്മൾ കണ്ടത്. അല്പസമയം മുമ്പ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ ഈ ഒരു മേഖലയിൽ സന്ദർശനം നടത്തി അദ്ദേഹവും നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ശുഭപ്രതീക്ഷ തന്നെയാണ്. പൂർണ്ണ ആരോഗ്യവാനായി 91 വയസ്സുള്ള MT വാസുദേവൻ നായർ തിരിച്ചു വരും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളോട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഡോക്ടേഴ്സും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതരാവസ്ഥയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിലുണ്ടായ നീർക്കെട്ട് തന്നെയാണ്. ആ നീർക്കെട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വഷളാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ അത്രത്തോളം വഷളാവാൻ കാരണവും അതുതന്നെയാണ് എന്നുള്ളതാണ്. ഓക്സിജൻ മാസ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ ചികിത്സ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ വെന്റിലേറ്റർ ഒന്നും തന്നെ ഉപയോഗിക്കരുതെന്ന ഒരു നിർദ്ദേശം കർശനമായി തന്നെ നൽകിയിരുന്നു. എന്തായാലും അത് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതാണ് കുടുംബവും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട MT പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. തീർച്ചയായും അദ്ദേഹം രക്ഷപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിനു മുൻപും ഇതുപോലെ ICUവിൽ 2 വട്ടം ആയതിനു ശേഷം അത്ഭുതകരമായി അദ്ദേഹം തിരിച്ചു വന്നതാണ്. ആ ഒരു ഊർജ്ജത്തോടെ അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള ശുഭവാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. മുബഷിർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.